രാവേറെ കഴിഞ്ഞപ്പോഴാണ് വൈശാഖ് കണ്ണുകൾ തുറന്നത്. കുറെ സമയമെടുത്തു അവൻ എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ. ആദ്യം തന്നെ അവൻ ഇരുട്ടിലായി തന്നെയായിരുന്നു. കുറച്ചു സമയം കണ്ണുകൾ തിരുമ്മി. അതിനുശേഷം താൻ എവിടെയാണെന്ന് അവൻ നോക്കി. തനിക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലത്താണെന്ന് തോന്നി. കുറച്ച് അകലെയായി നല്ല തണുത്ത കാറ്റ് വീശുന്നത് പോലെ തോന്നി. എങ്ങനെയോ മെല്ലെ തപ്പിത്തടഞ്ഞ് അവൻ എഴുന്നേറ്റു. പുറത്തേക്കുള്ള വാതിൽ ആഞ്ഞുകൊട്ടി. തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായത്. അവൻ കുറേ പ്രാവശ്യം തട്ടിയെങ്കിലും പുറത്തുനിന്നും പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞ് പോയ സംഭവങ്ങളെല്ലാം ഒരു തിരശീലയിൽ എന്നതുപോലെ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. വേദനയോടെ അവൻ്റെ മനസ്സിലേക്ക് ദേവികയുടെ മുഖം തെളിഞ്ഞു വന്നു. വിവാഹം കഴിഞ്ഞില്ല. അതിനു മുൻപ് താൻ ഇവിടെ വന്നിരിക്കുന്നു. ആരായിരുന്നു കാറിൽ വന്നത്? എന്താണ് നടക്കുന്നതെന്നൊന്നും അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ ഏതോ ഒരിടത്താണെന്ന് മാത്രം അവന് മനസ്സിലായിരുന്നു. ആ നിമിഷവും അവൻ്റെ മനസ്സിൽ വേദന ഉണർത്തിയത് ദേവികയുടെ കരഞ്ഞ മുഖമായിരുന്നു. നിശ്ചയിച്ച വിവാഹം നടക്കാതെ വന്നപ്പോൾ അവളും അവളുടെ അച്ഛനും അനുഭവിക്കുന്ന വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവന്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗൗതമന് ഫോൺ വന്നത്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്തു. സാറേ, അയാൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അവിടെ കിടക്കട്ടെ ഒരു ദിവസം. നാളെ രാവിലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുറന്നാൽ മതി. ഏതായാലും ഒരു 1.5 മാസം അവൻ അവിടെ തന്നെ കിടക്കട്ടെ. അവൻ രക്ഷപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. ഇല്ല സാറേ. ശരി. ഗൗതമൻ വർഷങ്ങളായി സ്വപ്നം കണ്ട സ്വപ്നത്തിലേക്കാണ് വൈശാഖ നീ റീത്ത് വയ്ക്കാൻ തുടങ്ങിയത്. അത് ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ പെങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കേണ്ട സ്വത്ത് വേറെ ഏതെങ്കിലും ഒരുത്തി അനുഭവിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കൂ? നിന്നെ എനിക്ക് ജീവനോടെ തന്നെ വേണം, എൻ്റെ പെങ്ങളെ കെട്ടാൻ. അത് കഴിഞ്ഞ് നീ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് ഗൗതമൻ തീരുമാനിക്കും. അവൻ്റെ കണ്ണിൽ കുടിലത തിളങ്ങി. ആ രാത്രി പലവട്ടം ശ്രമിച്ചെങ്കിലും ദേവിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണിതെന്ന ബോധം അവൾക്കുണ്ടായിരുന്നു. തൊട്ടരികിൽ കിടക്കുന്നവനും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ പലവിധത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പിടിവലി നടത്തുകയായിരുന്നു. മൗനത്തിൻ്റെ വാൽമീകത്തിൽ കൂടുകൂട്ടി ഒടുവിൽ വെളുപ്പിനെപ്പോഴോ രണ്ടുപേരും നിദ്ര തേടി എത്തി തുടങ്ങിയിരുന്നു. സ്ഥിരം എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ദേവിയേക്ക് ഉറക്കം വിട്ടിരുന്നു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 4:45 എന്നവൾക്ക് മനസ്സിലായി. അടുത്ത് കിടന്ന റോയ് നല്ല ഉറക്കമായതുകൊണ്ട് അവനെ ഉണർത്താതെ പുറത്തേക്ക് മുറി തുറന്നിറങ്ങി. വീട്ടിൽ ആരും ഉണർന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. മുറിയിലേക്ക് വന്നൊരു ചുരിദാർ എടുത്ത് അടുക്കള വാതിൽ തുറന്നിറങ്ങി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് വന്നാൽ ഒരു പ്രാർത്ഥന ശീലമുള്ളതാണ്. അവൾ നോക്കിയപ്പോൾ ഹാളിലെ മുറിയിൽ ഒരു തീപ്പെട്ടിയും മെഴുകുതിരിയും ഇരിക്കുന്നത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ തീപ്പെട്ടി എടുത്തതിന് ശേഷം മെഴുകുതിരിയിലേക്ക് പകർന്നു. ശേഷം തിരുസ്വരൂപത്തിന് മുൻപിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ദിവസവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന കൃഷ്ണനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവും എനിക്ക് നൽകുന്നത് ഒരേ സന്തോഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവങ്ങളെല്ലാം ഒന്നു തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അവസ്ഥ, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും മുൻപോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ശക്തി നൽകണം. പെട്ടെന്ന് തന്നെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് മണി കേട്ടു. ഈ കാഴ്ച കണ്ടുകൊണ്ടായിരുന്നു സിസിലി വന്നിരുന്നത്. പെട്ടെന്ന് അവളെ കണ്ടതും സിസിലി അവളെ തന്നെ തുറച്ചു നോക്കിയിരുന്നു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ദേവികയും അവിടെ തന്നെ നിന്നു. ഒന്നും മിണ്ടാതെ സിസിലി പോയപ്പോൾ ദേവിക എന്ത് ചെയ്യണമെന്നറിയാതെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ സിസിലി കട്ടൻ ചായയ്ക്ക് വെള്ളം വയ്ക്കുകയായിരുന്നു. അവളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അവർ നിന്നു. എങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്ന് ദേവിക്ക് അറിയുമായിരുന്നില്ല. അവസാനം എന്തും വരട്ടെ എന്ന ഭാവത്തിൽ അവൾ വിളിച്ചു, അമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിക്കണം. രൂക്ഷമായൊരു നോട്ടമായിരുന്നു അതിന് മറുപടിയായി അവൾക്ക് ലഭിച്ചിരുന്നത്. നല്ല മരുമകളാകാനുള്ള ഭാവമാണോ? അതിനാണോ രാവിലെ നീ എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ച് എന്നെ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചത്? ആ വാക്ക് അവളുടെ ഹൃദയഭിത്തിയിൽ തുളച്ചു കയറി. കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് അഭിനയമാണെന്ന് പറയുന്നത്. അങ്ങനെ ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിലും രാവിലെ ഈശ്വരനെ പ്രാർത്ഥിച്ചാണ് തുടങ്ങാറുള്ളത്. ഇവിടെയാണെങ്കിലും ഈശ്വരൻ ഒന്നു തന്നെയല്ലേ? അവളുടെ ആ വാക്കിൽ തന്നെ സിസിലിയുടെ മനസ്സൽപ്പം തണുത്തിരുന്നു. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം കൊച്ചേ. പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു അന്യമതക്കാരിയാണ്. ഞങ്ങളുടെ പള്ളിയിലോ ഈ കല്യാണമൊന്നും നാട്ടുകാരോ പള്ളിക്കാരോ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഏതായാലും നീ അവനെ കെട്ടി. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ നോക്കുമ്പോൾ ഒരു അന്യജാതിയിൽപ്പെട്ട കല്യാണം തന്നെയല്ലേ? അവർ പറഞ്ഞത് അവളുടെ ഹൃദയത്തിൽ ഒരു നോവ് പടർത്തിയിരുന്നു.
എങ്കിലും ഒരമ്മയുടെ മനോവിഷമമായി കണ്ട് അവൾ അത് മറന്നിരുന്നു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടാകുമെന്നറിയാം, പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അത്രയും പറഞ്ഞു. രൂക്ഷമായ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മൗനമായിരുന്നു അവരുടെ മറുപടി. അത് ദേവികയും പകുതി ആശ്വാസത്തിന് തിരിതെളിയിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്ന ജോലിയിൽ തന്നെ വ്യാപൃതയായി. തേയിലപ്പൊടി ഇടുകയും പഞ്ചസാര ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ടും അവർ ചെയ്യുന്നത് നോക്കി നിൽക്കായിരുന്നെന്ന് കണ്ട ദേവിക അവസാനം ഒരു വലിയ പാത്രമെടുത്ത് അതിൽ നിന്നും അല്പം മാവെടുത്തതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ അറിയാമെങ്കിൽ കുറച്ച് മാവ് കുഴയ്ക്ക്. ദേവികയ്ക്ക് ആശ്വാസം തോന്നിയിരുന്നു. സിസിലി ഒരുപക്ഷെ തന്നെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. അവൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തുള്ള സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളം വെച്ചു. അതിനുശേഷം തിളച്ച വെള്ളത്തിൽ മാവ് നന്നായി കുഴച്ചു. അവളുടെ ഓരോ പ്രവർത്തികളും നോക്കി കാണുകയായിരുന്നു സിസിലി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളൊരു പാവമാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുതന്നെയായിരിക്കും തൻ്റെ മകൻ അവളെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണമെന്ന് അവർക്ക് തോന്നിയിരുന്നു. തൻ്റെ മകൻ ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മാവ് കുഴിച്ചു കഴിഞ്ഞ് വീണ്ടും എന്തൊക്കെയോ ജോലികൾ ചെയ്യുവാൻ വേണ്ടി അവൾ സിസിലിയെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ, ചപ്പാത്തിക്ക് നല്ല മയം കിട്ടും. ഇനിയിപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ചായ കൊടുത്താൽ മതി. എല്ലാവരും എഴുന്നേറ്റ് വരാൻ കുറേ സമയം എടുക്കും. റോയിച്ചൻ കട്ടൻ ചായ കുടിക്കില്ല, അവന് കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. നീ കട്ടൻ ചായ കുടിക്കുമോ? എങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കുടിച്ചോ. അവളുടെ നേരെ ഗ്ലാസ് നീക്കി വെച്ചുകൊണ്ട് അവർ കട്ടൻ ചായ കുടിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിലേക്ക് റോസിയും എഴുന്നേറ്റ് വന്നിരുന്നു. റോസിയും കൂടി കണ്ടപ്പോഴേക്കും ദേവിക വല്ലാതെയായി. രണ്ടുപേരും തന്നെ മാറി മാറി നോക്കുകയാണ്. അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിയിരുന്നു. നിങ്ങളെ മിന്നൊന്നും കെട്ടിയില്ലേ കൊച്ചേ? അവസാനം മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് റോസി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് ആകാംക്ഷയോടെ സിസിലി ശ്രദ്ധിച്ചു. ആ മുഖഭാവം കണ്ടപ്പോൾ ആ ചോദ്യം അവരും ഏറെ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നിയിരുന്നു. അല്ല, അങ്ങനെ ഒരു ചടങ്ങും ഉണ്ടായിരുന്നില്ല. ഒപ്പ് മാത്രമേ ഉള്ളായിരുന്നു. രണ്ടുപേരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നത് ദേവിക കണ്ടിരുന്നു. അവൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. നീ കുറച്ച് വെള്ളമെടുത്ത് ബാത്റൂമിലേക്ക് വയ്ക്ക് റോസി. അവനും അവളും ഒക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതൊക്കെ ആവശ്യമായിരിക്കും. എനിക്കാണെ കാലും അനക്കാൻ ഒട്ടും വയ്യ. ഇന്നലെ ആണെങ്കിൽ വൈകിട്ട് ഒരു നേരം കഴിച്ചതേ ഉള്ളൂ. ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിച്ചിട്ടില്ല. തല കറങ്ങുക. അവരുടെ സംസാരം കേട്ടപ്പോൾ ദേവിക പറഞ്ഞു, വെള്ളം ഞാൻ കോരി വെക്കാൻ ചേച്ചി. അതൊന്നും വേണ്ട കൊച്ചേ. എന്നിട്ട് വേണം അവൻ പറയാൻ നിന്നെ കൊണ്ട് ജോലി ഏൽപ്പിച്ചു എന്ന്. അല്ലെങ്കിൽ തന്നെ നീ വന്നു കഴിഞ്ഞേ പിന്നെ ഞങ്ങളെ കണ്ടുകൂടാ. ഞാൻ വച്ചോളാം. ഒന്നും ഇടാതെ റോസി പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ദേവികയ്ക്ക് ഒരു വേദന തോന്നിയിരുന്നു. നീ എന്നാൽ കുറച്ച് സവാള എടുത്ത് അരിയാമെങ്കിൽ ചെയ്യുകൊച്ചേ. രാവിലത്തെ മുട്ടക്കറിക്ക് അത് എടുക്കാം. അവർ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ എന്ന പോലെ അവൾ പെട്ടെന്ന് തന്നെ സവാള എടുത്ത് അരിയാൻ തുടങ്ങി. സമയം 6 മണിയോട് അടുത്തപ്പോൾ സിസിലി തന്നെ ദേവികയോട് പറഞ്ഞു കുറച്ച് കട്ടൻ കാപ്പി ഇട്ടുകൊടുത്തു. എഴുന്നേൽക്കുമ്പോൾ തന്നെ അവന് നിർബന്ധമാണ്. വലിയ ആശ്വാസത്തോടെ തന്നെ അവൾ തലയാട്ടി. ഗ്ലാസ്സിലേക്ക് പകർന്ന് മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു റോയി എന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഒരു വേള അവനെ വിളിക്കണോ എന്ന് പോലും അവൾ ചിന്തിച്ചു. ആ നിമിഷം തന്നെ അവൻ്റെ ഫോണിലെ അലാറം ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്ന് അവൻ മുൻപിൽ നിൽക്കുന്ന ദേവികയാണ് കണ്ടത്. ഒരു നിമിഷം അവളെ കണ്ടവൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് ബോധം വീണ്ടെടുത്ത പോലെ ഒന്ന് എഴുന്നേറ്റിരുന്നു. താനെപ്പോഴാണ് എഴുന്നേറ്റ് പോയത്? ഞാൻ അറിഞ്ഞുപോലും ഇല്ലല്ലോ. ഞാൻ പോയപ്പോൾ നല്ല ഉറക്കമായിരുന്നു റോയിച്ചായൻ. ആദ്യമായി റോയിച്ചായൻ എന്ന് അവൾ വിളിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയിരുന്നു. ആ ഞെട്ടൽ അവളും ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ താൻ പറഞ്ഞതിൻ്റെ പ്രതിഫലനമാണതെന്ന് അവന് തോന്നിയിരുന്നു. അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് അവന് നേരെ അവൾ നീട്ടി. അവൻ ചായ കുടിച്ചുകൊണ്ട് നിന്നിട്ടും അവളിൽ ഒരു മാറ്റവുമില്ലാതെ അവിടെ ചുമരിൻ്റെ ഭിത്തിയിൽ ചേർന്ന് നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പൊക്കോട്ടെ? പതിഞ്ഞ ശബ്ദത്തിൽ തലചരിച്ച് സമ്മതം അറിയിച്ചു. അവൾ അടുക്കളയിലേക്ക് ചെന്ന് ബാക്കി ജോലികളിൽ വ്യാപൃതയായി. പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലെ ഒരാളായി എന്ന് തോന്നിയിരുന്നു. ഓരോ ജോലികളും പിന്നീട് സിസിലി പറയാതെ തന്നെ ചെയ്യാൻ തുടങ്ങി. ചായ എടുക്കുവാനായി അടുക്കളയിലേക്ക് വന്ന തങ്കച്ചൻ ഒരു നിമിഷം അവളെ കണ്ട് മനസ്സിലാവാതെ സിസിലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഭർത്താവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവരയാളോട് പറഞ്ഞു, അന്തിച്ച് നോക്കണ്ട, നിങ്ങളുടെ മരുമോള് തന്നെയാ. ഇന്നലെ പുന്നാരമോൻ വിളിച്ചുകൊണ്ട് വന്നതാ. ഇതൊക്കെ അറിയണമെങ്കിലേ ബോധം ഉണ്ടാവണം. അവർ വീണ്ടും ഭർത്താവിനെ പറ്റി പദം പറച്ചിൽ തുടങ്ങിയപ്പോൾ പേടിയോടെ ദേവിക അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരു പുഞ്ചിരിയായിരുന്നു ആ മുഖത്ത് ഉണ്ടായിരുന്നതെന്ന് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു. പെട്ടെന്ന് തലേ ദിവസത്തെ ചില ചിത്രങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നു. തിരികെ ഒരു പുഞ്ചിരി നൽകി ദേവിക. പെട്ടെന്നാണ് ചായ കുടിച്ചു ബാക്കിയായ ഗ്ലാസ്സുമായി റോയി അടുക്കളയിലേക്ക് വന്നത്. അടുക്കളപ്പടിയിൽ വന്ന റോയിയെ കണ്ടതും റോസി പെട്ടെന്നൊന്ന് സിസിലിയെ ചൊറിഞ്ഞു. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സിസിലി പറഞ്ഞു, കൊച്ചേ, നമ്മുടെ മുറ്റത്ത് കറിവേപ്പിൽ നിന്നൊരു തണ്ടിങ് പറിച്ചുകൊണ്ട് വാ. അവൾ പെട്ടെന്ന് തന്നെ മുറ്റത്തേക്ക് പോയിരുന്നു. ഒന്നും മിണ്ടാതെ തിരികെ പോകാൻ തുടങ്ങുന്ന റോയിയെ റോസി വിളിച്ചു. റോയിച്ച, എനിക്ക് ഗൗരവമായി ഒരു കാര്യം പറയാനുണ്ട്.
പെട്ടെന്ന് എന്താണെന്ന അർത്ഥത്തിൽ റോസിയുടെ മുഖത്തേക്ക് അവൻ നോക്കി. എന്നാണെങ്കിലും ഈ കല്യാണം നടന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ രണ്ടുപേരും അത് നിയമപരമായി രജിസ്റ്റർ ചെയ്തു. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ പള്ളിയിൽ വെച്ച് നിങ്ങളുടെ ഒരു മിന്നുകെട്ട് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ഭാഗ്യത്തിന് അവിടെ വെച്ച് മിന്നുകെട്ടൊന്നും നടന്നില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളോട് നമ്മുടെ പള്ളിയിലേക്ക് ചേരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയണം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നടത്താമല്ലോ. അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നീ എന്താണെങ്കിലും നോക്കണം. പുറത്തു നിന്നും കയറി വന്ന ദേവിക ഇത് കേട്ടുകൊണ്ടായിരുന്നു വന്നത്. ഒരു നിമിഷം അവളുടെ നെഞ്ചിൽ ഒരു ഇടി വെട്ടുകയായിരുന്നു. വർഷങ്ങളായി താൻ കണ്ടുവരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറി മറ്റൊരു വിശ്വാസത്തിലേക്ക് ഒരു പറിച്ചു നട. ഒരു നിമിഷം അവൾ ആ വാർത്ത കേട്ട് നടുങ്ങിപ്പോയിരുന്നു. കാത്തിരിക്കുമല്ലോ. പിന്നെ ഇത് കുടുംബകഥയാണ്, അതുകൊണ്ട് ഈ കഥാപാത്രങ്ങളുടെ സംഭാഷണമൊന്നും ആർട്ടിഫിഷ്യൽ ആയിരിക്കില്ല കേട്ടോ. നാളെ ഒരു സ്റ്റോറി ഉണ്ടാവുകയുള്ളേ. അപ്പോൾ അത് ഏത് സ്റ്റോറി വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.